ഹായ്, ഞാൻ ജിതിൻ, ഇൻഷുറൻസ് അഡ്വൈസറാണ്. ഒരു ചെറിയ വീഡിയോ, ഒരു ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചുള്ള ചെറിയ വീഡിയോ ആണ്. എന്നാൽ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് ചെറിയൊരു വീഡിയോ എന്ന് വെച്ചാൽ, പല ആളുകൾക്കും ഹെൽത്ത് ഇൻഷുറൻസ് എന്താണെന്ന് അറിയാം, ചില ആളുകൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എന്തിനാണെന്ന് അറിയില്ല. ഈ ഹെൽത്ത് ഇൻഷുറൻസ് എന്തിനാ എന്നറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഒരു ചെറിയ വീഡിയോ. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പെട്ടെന്നൊരു സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും തയ്യാറാവൂ എന്നുള്ളതാണ് നമ്മളൊന്ന് സ്വയം വിലയിരുത്തുന്ന ഒരു കാര്യം. ചിലപ്പോൾ ചെറിയ ചെറിയ കേസുകൾക്കാവുമ്പോൾ നമ്മൾ സഹായിക്കാൻ ആളുകളുണ്ടാവും. ചിലപ്പോൾ ഒരു 10,000 25,000 രൂപ വരെ നമുക്ക് സഹായിക്കാൻ ചിലപ്പോൾ ആളുകളുണ്ടാവും. പെട്ടെന്ന് നമ്മൾക്കോ നമ്മളെ വേണ്ടപ്പെട്ട ഒരാളുകൾക്കോ പെട്ടെന്ന് എന്തെങ്കിലും ആയിട്ട് നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകേണ്ടി വരികയാണ്. പെട്ടെന്ന് പറയുകയാണ് ഒരു 2 ലക്ഷം വേണം, ഒരു 3 ലക്ഷം വേണം, ഒരു 5 ലക്ഷം രൂപ വേണം എന്നൊക്കെ പറയുന്ന കേസ് വരികയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് എടുത്ത് കൊടുക്കാൻ നമ്മളെ കൊണ്ട് ചിലപ്പോൾ കഴിഞ്ഞോളന്നുണ്ടാവില്ല. അത് പിന്നെ ഭാവിയിൽ അത് നമുക്ക് ഭയങ്കര ഒരു നഷ്ടമാവാം, അങ്ങനെ വല്ല കേസുകളൊക്കെ വരികയാണെങ്കിൽ. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം ഒരാൾക്ക് നമുക്ക് വരികയാണെങ്കിൽ, ഒരു ഹോസ്പിറ്റൽ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു സാഹചര്യം നമുക്ക് വരികയാണെങ്കിൽ, പെട്ടെന്നുള്ള സാമ്പത്തികമായിട്ട് വലിയൊരു എമൗണ്ട് വേണം എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു പ്രശ്നം വരികയാണെങ്കിൽ, അത്തരത്തിലുള്ള ആളുകൾക്കാണ് നമ്മളത് ശ്രദ്ധിക്കേണ്ടത്. നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കുകയാണെങ്കിൽ, ഒരു 5 ലക്ഷം രൂപയുടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെച്ചു എന്നില്ല, ഒരു സാധാരണ ഒരു പയ്യൻ അവനൊരു ചെറിയൊരു ക്യാഷ് കൊടുത്തിട്ട്, ചെറിയ ക്യാഷേ വരുള്ളൂ, അത് കൊടുത്ത് നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെച്ചാൽ നമുക്ക് വരുന്ന ഒരു 5 ലക്ഷം രൂപ വരെയുള്ള പോളിസിയുടെ കവറേജാണ് നമ്മൾ എടുത്തു വെച്ചുവെങ്കിൽ, അതുവരെയുള്ള നമുക്കൊരു ഹോസ്പിറ്റൽ കേസ് വരികയാണെങ്കിൽ നമുക്ക് ആ ടൈപ്പുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ആവാം. സർജറി ഹോസ്പിറ്റൽ കേസ് എന്താണോ വരുന്നതെന്ന് വെച്ചാൽ നമുക്കത് എടുക്കാം. നമുക്കവിടെ ചെന്ന് അഡ്മിറ്റായി നമുക്ക് ക്യാഷ്ലെസ് ഫെസിലിറ്റി അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റലുകളുണ്ട്. അവിടെ പോയിട്ട് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് അഡ്മിറ്റ് ആവാം. പേപ്പർ വർക്കൊക്കെ സിമ്പിളാണ്, ബുദ്ധിമുട്ടേണ്ട ഒരു ആവശ്യം വരില്ല. നമ്മളുടെ എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ടാവും. ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസർ എന്നുള്ള രീതിയിലുള്ള നമ്മളുടെ എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ടാവും. പെട്ടെന്നൊരു ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇനിയിപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ള ഒരാൾ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി, അവിടെ പോയിട്ട് നമ്മളുടെ എല്ലാം ചെയ്തു, ഒരു 5 ലക്ഷം രൂപ വരെയുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ള ഒരാളാണെന്നുണ്ട് ശരി അത്ര ഉള്ളൂ വെച്ചാൽ നമുക്കൊരു പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു ബില്ല് വന്നു, ഒരു 2-3 ലക്ഷം രൂപ ബില്ല് വന്നു, ആയിക്കോട്ടെ, കുഴപ്പമില്ല, നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്, ഇൻഷുറൻസ് ക്ലെയിം ചെയ്താൽ മതി, സിമ്പിളാണ്, പരിപാടി കഴിഞ്ഞു. ആ സ്ഥാനത്ത് നമ്മുടെ അടുത്ത് ഒരു 8 രൂപ ഇല്ലാത്ത ഒരാൾ പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസിലേക്ക് കയറി വന്നു, 2-3 ലക്ഷം രൂപ നമ്മളോട് ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കണം, കാഷ്വാലിറ്റിൻ്റെ മുന്നിൽ എത്തിയിട്ട് പറയുകയാണ് പെട്ടെന്നൊരു സർജറി വേണം, ഒരു 2 ലക്ഷം രൂപ വേണം. തെണ്ടി പോകില്ല, നമ്മൾ തെണ്ടി പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെ മുന്നിൽ തെണ്ടി കൂടി ഒരു അവസ്ഥ വരും. കുടുംബക്കാരെയും ഫ്രണ്ട്സിനെയും ഒക്കെ വിളിക്കണം. എല്ലാവരുടെ അടുത്തും ഇത് സഹായിക്കാൻ ക്യാഷ് ഉണ്ടാവില്ല. ചിലർക്ക് സഹായിച്ചാൽ കൊള്ളാമെന്നുണ്ടാവും, പക്ഷെ അവരുടെ അടുത്ത് ചിലപ്പോൾ ചെയ്യാൻ കഴിയില്ല. മറ്റുള്ളവരെ കുറ്റം പറയാൻ കഴിയില്ലല്ലോ നമുക്ക്. എല്ലാവരെയും എല്ലാ സമയത്തും നമ്മൾ സഹായിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു സേഫ്റ്റി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഒരു സേഫ്റ്റി ഉറപ്പുവരുത്തുകയാണ് നമ്മളുടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. കൂടുതൽ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും നമ്മൾ നേരിട്ട് പറഞ്ഞു തരാം. ഓക്കെ, താങ്ക് യു.